വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ ഇന്ന് ചാലിയാറിൽ നിന്ന് 4 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. മുണ്ടേരി കുമ്പളപ്പാറയിൽ നിന്നും തലപ്പാലിയിൽ നിന്നുമാണ് 4 ശരീരഭാഗങ്ങളും കണ്ടെത്തിയത്. പോലീസ്, വനം, ഫയർ, എൻഡിആർഎഫ് സേനകൾക്കൊപ്പം വിവിധ സന്നദ്ധ സംഘടനകൾ കൂടി പങ്കെടുത്ത സംയുക്ത തെരച്ചിലാണ് നടന്നത്. അതേസമയം വയനാട്ടിൽ കനത്ത മഴയാണ് പെയ്തത്. കണ്ണാടിപ്പുഴയിൽ കുത്തൊഴുക്കിൽപ്പെട്ട പശുവിനെ ഫയർഫോഴ്സ് രക്ഷിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി ചാലിയാർ പുഴയുടെ മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗത്തായിരുന്നു പ്രധാനമായി ഇന്ന് തെരച്ചിൽ നടന്നത്. സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും എൻഡിആർഎഫും പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം തെരച്ചിലിന്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചുരൽമല മേഖലകളിൽ എൻഡിആർഎഫും അഗ്നിശമന സേനാംഗങ്ങളും ചേർന്ന് രാവിലെ മുതൽ തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ ഈ മേഖലകളിൽ എല്ലാം പെയ്തത്. മലയോര മേഖലകൾ മുഴുവൻ അതിശക്തമായ മഴയാണ് വൈകുന്നേരത്തോടെ പെയ്തത്. അതുകൊണ്ട് തന്നെ ഭാഗികമായി, അതായത് ഈ മലഞ്ചെരിവുകൾ അതോടൊപ്പം ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ ഇവിടെയൊക്കെ നടത്തി വന്നിരുന്ന തെരച്ചിൽ ഭാഗികമായി ഈ മഴ ശക്തമായതിനെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. സ്വാഭാവികമായി വരും ദിവസങ്ങളിലും മഴ വയനാട്ടിൽ ശക്തമാകുമെന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന തെരച്ചിൽ ഇനിയങ്ങോട്ട് മുമ്പോട്ട് നടത്തുക ദുഷ്കരമായ ഒരു ദൌത്യമായി മാറും. പക്ഷേ തെരച്ചിൽ അവസാനിപ്പിക്കുകയില്ല, അത് കൃത്യമായി തുടരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും മന്ത്രിസഭാ ഉപസമിതിയും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഓരോ ദിവസവും തെരച്ചിൽ നടത്തുമ്പോൾ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. അതുകൊണ്ട് തന്നെ ചാലിയാറിന്റെ പുഴയുടെ ഇരുകരകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വനമേഖലകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലായിരിക്കും വരും ദിവസങ്ങളിലും ശക്തമായ തെരച്ചിൽ നടത്തുക.